वाटर, एक वाटर वाला, एक सोडा वाला। ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ എവിടെ ഇരിക്കുന്നതെന്നല്ലേ, അതൊക്കെ വീക്ക് ഓഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ രണ്ടുപേരും ഫസ്റ്റ് ഡേറ്റിന് ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിക്കാം എന്നുള്ളൊരു പ്രോപ്പർ ഒരു ഡേറ്റ് പോലെ വന്ന ഒരു ഫസ്റ്റ് റെസ്റ്റോറൻ്റാണ് ഇത്. താങ്ക് യു. ഇവിടെ ഞാൻ നമ്മുടെ നാട്ടിൽ കഴിച്ചിട്ടുള്ള മന്തിനേക്കാളൊക്കെ ഒത്തിരി ഡിഫറെൻ്റാണ് ഇവിടെ കിട്ടുന്ന മന്തി എന്ന് പറയുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ റൈസ് ഭയങ്കര ഡിഫറെൻ്റാണ്. എനിക്കതെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. മന്തി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് മീ ഷോ യു വാട്ട് ഐ ഗോട്ട്. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഓർഡർ ചെയ്യുന്നൊരു സ്റ്റാർട്ടേഴ്സിലൊന്നാണ് കേട്ടോ ഈ ഗ്രിൽഡ് ഫിഷ്. അതിൻ്റെ കൂടെ ഒരു മിൻ ചട്നി കിട്ടും. ഒട്ടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിൻ ചട്നി കഴിക്കാൻ വേണ്ടി ഫിഷ് ഗ്രിൽ ഓർഡർ ചെയ്തു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഞാൻ ഇന്നേ വരെ കഴിച്ചിട്ടുള്ളതിൽ ഒരു അടിപൊളി മിൻ ചട്നി എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾ എൻജോയ് ചെയ്യാൻ കാണിച്ചു തരാം. Combination is the chutney flavor. Yummy dish. ചട്നി My favorite. The smell of it is so good. അപ്പം നമുക്ക് രണ്ടുപേർക്കും വീക്ക് ഓഫ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു രാവിലെ തൊട്ടേ പട്ടിണിയായിരുന്നു. രാവിലെ ഞങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് വന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടാക്കി അത് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ വന്ന് മന്തി കഴിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഫുൾ പട്ടിണി അടക്കാൻ വിചാരിച്ചത്. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായിപ്പോയി. ഒരു 3:30 ഒക്കെ ആയി. പിന്നെ ഞങ്ങൾ പതുക്കെ ഒരു ലഞ്ചും ഡിന്നറും മന്തിയാക്കാം എന്നുള്ള പ്ലാനിൽ റെഡിയായി ഇറങ്ങാനിറങ്ങിയപ്പോൾ നല്ല പൊരിഞ്ഞ മഴ പുറത്ത്. മഴ നമ്മളെ വല്ലാണ്ട് ചതിച്ചു. നമ്മൾ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ മഴയെല്ലാം കുളമാക്കി. പക്ഷെ എന്ത് വന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒറ്റ മൈൻഡിൽ ഞങ്ങൾ രണ്ടുപേരും മഴ നനഞ്ഞിട്ടാണെങ്കിലും മന്തി കഴിച്ചേ പറ്റൂ. നമ്മളൊരു തീരുമാനം എടുത്താൽ അതെടുത്തത്. അതിലൊരു മാറ്റവും ഇല്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ പോകുന്നു. ഇന്നിപ്പം നമ്മൾ എന്തായാലും മന്തി തിന്നാൻ പോകുന്നു, എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. അങ്ങനെ ഒരു ലോങ് വീഡിയോയ്ക്കുള്ള വകുപ്പ് നമ്മൾ കാണുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുക്കാനുള്ള സോറി, ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. വീഡിയോ ഒക്കെ എടുക്കാനുള്ള സ്റ്റോറേജ് എൻ്റെ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു പകുതി വരെ എത്തുമ്പോഴായിരിക്കും ഐഫോൺ സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുന്നത്. സോ ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് എടുക്കുവാണ്. ഇത് ഫുള്ളായാൽ ഞാൻ ഇടും, ഇല്ലെങ്കിൽ ഇടില്ല. ബൈ ദ വേ, ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ഷോട്ടിൽ കണ്ടിട്ടുണ്ടാവും മന്തി 36 എന്നാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പം നിങ്ങൾ ഹൈദരാബാദിൽ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യേണ്ടുന്നൊരു സ്പോട്ടാണ്. ഇപ്പം നമ്മളിരിക്കുന്ന ഈ ലൊക്കേഷൻ്റെ പേര്, സോ വാട്ട് ഈസ് ദ എക്സാക്ട് നെയിം ഓഫ് ദിസ് ലൊക്കേഷൻ? മാസബ് ടാങ്ക്. ലൈക്ക് ടു പീപ്പിൾ ഹു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഹൈദരാബാദ്, ഹൗ കുഡ് വി? എനിവേസ്, ഈ ഏരിയ ആണെങ്കിലേ ഉള്ളൂ. ഗച്ചിബൗലി ഏരിയയിലും ഒരെണ്ണം ഉണ്ട് കേട്ടോ. അവിടെയാണെങ്കിലും നമുക്ക് സെയിം മന്തി തന്നെ അവിടെ കിട്ടും. ഇവിടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട്. സോ ഹൈദരാബാദിൽ ട്രിപ്പിനൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്യേണ്ടുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാൻ യൂഷ്വലി മട്ടൺ ഇങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷേ ഹൈദരാബാദ് വന്നതിന് ശേഷം മിക്കപ്പോഴും മട്ടൺ കഴിക്കാറുണ്ട്. ഇവിടെ എൻ്റെ ഇപ്പോൾ ഹരീഷിൻ്റെ ഫാമിലിയിൽ എല്ലാവരും മട്ടൺ ഫാൻസാണ്. സോ അതുകൊണ്ട് അവിടെ എന്താ പറയുക, ഇപ്പോൾ എനിക്ക് ചിക്കൻ ഇഷ്ടമായതുകൊണ്ട് വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടുമ്പം എനിക്ക് വേണ്ടിയിട്ട് ചിക്കൻ മേടിച്ച് കറി വെച്ച് തരാറൊക്കെ ഉണ്ട്. അല്ലാണ്ട് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മട്ടനായിരിക്കും. പക്ഷേ എനിക്ക് ചിക്കനോടാണ് താല്പര്യം. സോ മുമ്പ് പലതവണ മന്തി കഴിക്കാൻ ഇവിടെ വരുമ്പോഴും ഞാൻ എപ്പോഴും ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്യുന്നത്. അൽഫാം മന്തി, ചിക്കൻ മന്തി. ഇത്തവണ ഞാൻ വിചാരിച്ചു പാവല്ലേ, പുള്ളിക്ക് വിട്ടുകൊടുത്തേക്കാം, ഒരു മട്ടൻ മന്തി ഓർഡർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മട്ടൻ മന്തിയാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഇന്ന് എൻ്റെ ക്യാമറമാനെ ഞാൻ വെറുതെ വിട്ടേക്കാം എന്ന് വിചാരിച്ചു. സാധാരണ എപ്പോഴും എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കണമെങ്കിൽ ഞാൻ പുള്ളിയെ കൊണ്ടാട്ടോ എടുപ്പിക്കാറ്. പക്ഷേ ഇത്തവണ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മട്ടൻ മന്തിക്കല്ലേ പുള്ളിക്കൊരു ഫ്രീഡം കൊടുത്തേക്കാം, എൻജോയ് ചെയ്ത് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഫോൺ സ്റ്റാൻഡൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അതാകുമ്പം എനിക്ക് ഫ്രീ ആയിട്ട്
എനിക്കും പുള്ളിക്കും ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാമല്ലോ. ദേ നമ്മളുടെ മന്തി വന്നിട്ടുണ്ട്. ദേ ഈ റൈസ് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും അലങ്കാര വസ്തുക്കളൊക്കെ ഇട്ടൊരു മന്തി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ കേരളത്തിൽ നിന്ന് കഴിച്ചിട്ടുള്ളതിനേക്കാളൊക്കെ ഒത്തിരി ഡിഫറെൻ്റ് ആണ് ഈ റൈസ്. മേ ബി ഇതുപോലുള്ള റൈസ് നമുക്ക് അവിടെയും കിട്ടുമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മന്തിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ മട്ടൻ്റെ ആ ജ്യൂസി ടെക്സ്ചർ, അതാണ് മെയിൻ. ഒരു തവണ പോലും നമ്മളെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഇത് ശരിക്കും ഒരു അറബിക് സ്റ്റൈലിൽ നിന്ന് കൊണ്ടുവന്നൊരു മന്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് ദാറ്റ്സ് ദാറ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഈ ടൊമാറ്റോ ചട്നിയും, ടൊമാറ്റോ ചട്നി എന്ന് തന്നെയല്ലേ പറയണേ, എനിക്കറിയില്ല, ആൻഡ് ഈ മയോണൈസും കൂടിയാട്ടോ. അപ്പം നമുക്കിനി ഒരുപാട് സംസാരിച്ച് വെച്ച് നിന്നിട്ടുണ്ട്, കഴിച്ചു നോക്കാം. ഈ വലിയ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത്. ബദാം തന്നെ ഒടുക്കത്തെ ടേസ്റ്റ്. സോ മട്ടൻ പീസ് ഞാൻ കഴിച്ചിട്ടാണ്. നമ്മൾ തൊടുമ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ഇങ്ങനെ ഇളകി വരും കേട്ടോ. എനിക്ക് ഇത്രയും കുക്കായിരിക്കണം. മട്ടനൊക്കെ ഞാൻ കഴിക്കണമെങ്കിൽ തന്നെ എനിക്ക് മട്ടൻ ബീഫ് ഇതൊക്കെ തന്നെ ഭയങ്കര കുക്കായാലേ ഞാൻ കഴിക്കുള്ളൂ. ഇനി ഒരു മട്ടൻ പീസൊക്കെ ഇങ്ങനെ പിച്ചി വെച്ച് തക്കാളി ചട്നി വെച്ച് കമ്മിങ്. That sound is coming from inside. നമ്മൾ ഈ ഉണ്ടാക്കുന്ന സൗണ്ട് വെറുതെ ആക്ഷൻ വേണ്ടി ഉണ്ടാക്കുന്നൊന്നുമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളത് വഴയോട് വെക്കുമ്പോൾ അത് തന്നെ വരും. എനിക്ക് തക്കാളിയുടെ കുത്തലുണ്ടല്ലോ, അത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. ബട്ട് ഇവിടെ എനിക്ക് ആ ഒരു കുത്തൽ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇവർ വേറെ എന്തൊക്കെയോ സ്പൈസസ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റാണ്. ഷോ നമ്മൾ രണ്ടുപേരും ഓരോ പിടി വായിൽ വെക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഐ മീൻ വെയിറ്റിംഗ് ഫോർ ദിസ്. The piece is so tenderly. we didn't wash our hands. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കൈ കഴുകിയില്ല കേട്ടോ, മറന്നുപോയി. വിശന്നിട്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. വിശക്കുന്നവൻ്റെ മുമ്പിൽ വലിയ പ്ലേറ്റ് മന്തിയൊക്കെ കൊണ്ടുവച്ചിട്ടും കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞ് ആരാ പോയി കൈ കഴുകിയിട്ടൊക്കെ വരുന്നത്? എത്രയും പെട്ടെന്ന് തിന്നാൻ വേറെ വയ്ക്കാം. ഐ എം ഡൺ. മൈ മൈൻഡ് ഇസ് ഫുൾ. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു കേട്ടോ. ഐഫോൺ സ്റ്റോറേജ് ഫുൾ. ഏതായാലും മന്തി പോർഷൻ ഏറെക്കുറെ കവർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി കുറച്ചു നേരം ഒന്ന് നടക്കണം, തിന്നതൊക്കെ ദഹിക്കണം. അങ്ങനെ നമ്മൾ നേരെ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ അടുത്തുള്ള വാക്ക് വേയിലോട്ട് വിട്ടു. നന്നാവാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ കുറേ പേര് നിന്ന് വാഫിൾസ് കഴിക്കുന്നു. എന്നാൽ പിന്നെ ഡെസേർട്ടിനൊരു സ്വീറ്റ് കൂടി ആയാലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു ഒരു പ്ലേറ്റ് വാഫിൾസ്. എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇതും കൂടെ തിന്നിട്ട് നടക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒരു വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളിപ്പം ടാങ്ക് ബണ്ട് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റൊക്കെ നിൽക്കുന്ന ഏരിയയിലാണ് നമ്മൾ. ജസ്റ്റ് ഇവിടെ നല്ല രസമാണ് കേട്ടോ. നൈറ്റ് ഒരു വൈബൊക്കെ നൈസാണ്. സോ നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. തിന്നതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. സോ ഇനി നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ അടുത്ത വീഡിയോ എവിടെയെന്ന്. സോ ദിസ് ഈസ് മൈ നെക്സ്റ്റ്
ആ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. സേ ബൈ. 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 അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.